നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോടംതുരുത്ത് യൂണിറ്റിന്റെ ഈ വർഷത്തെ കുടുംബമേള ചമ്മനാട് ECEK യൂണിയൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. ഒരു പെൻഷനേഴ്സ് സംഘടനയുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യമായാണ്. എൻ്റെ മുൻപിലിരിക്കുന്നവരെ പുറകിൽ വളരെ കുറച്ചുപേരെ മാത്രമേ കുട്ടികൾക്ക് പരിചയമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് മുന്നിലിരിക്കുന്നവരെ ഏകദേശം ഭൂരിഭാഗം പേരെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. എന്നെ പഠിപ്പിച്ച ജോസഫ് സാർ ഉൾപ്പെടെ പുസ്തകങ്ങളിൽ നിന്ന് പോലും യഥാർത്ഥ ചരിത്രം തമസ്കരിക്കപ്പെടുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും സംസാരിച്ചത് ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് സംഘടനകൾ ഇന്ന് സജീവമാണ്. നമുക്ക് കേരളീയർക്ക് ഉണ്ടായ ഗുണങ്ങൾ ആ 3 വരികളിൽ തന്നെയുണ്ട്. നമ്മൾ വിദ്യ കൊണ്ട് സമ്പന്നരായതുകൊണ്ടാണ് നമുക്ക് സംഘടന ഉണ്ടാക്കാൻ കഴിയുന്നത്. സംഘടനയുള്ളത് കൊണ്ടാണ് നമുക്ക് കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. പ്രവർത്തനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പ്രയത്നം ഉണ്ടായത്. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ താഴേക്കിടയിൽ തൊട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള ജീവനക്കാർ തൊട്ട് ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള IAS ഉദ്യോഗസ്ഥർ ഒഴിച്ചുള്ള ഒരു റിട്ടയേർഡ് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടനയാണ്. അതിലേതാണ്ട് 90% ആൾക്കാർ, ഈ റിട്ടയർ ചെയ്ത 90%-ത്തിലധികമുള്ള ആൾക്കാർ നമ്മുടെ ഈ സംഘടനയിൽ മെമ്പറാണ്. യൂണിറ്റ് സെക്രട്ടറി G. രാമചന്ദ്രൻ നായർ സ്വാഗതം ആശംസിച്ചു. നമ്മുടെ എംബ്ലത്തിൽ പെൻഷൻകാർ ഒരു കുടുംബം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പലരും ശ്രദ്ധിച്ചതാണ്. KSSPU ജില്ലാ കമ്മിറ്റി അംഗം CB മോഹനൻ നായർ, KSSPU ബ്ലോക്ക് ട്രഷറർ MP അശോകൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K. സരസമ്മ, ബ്ലോക്ക് കമ്മിറ്റി അംഗം CG ബേബി തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. തുടർന്ന് പെൻഷൻകാരും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച ഗാനങ്ങൾ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരകളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു. ജോയിന്റ് സെക്രട്ടറി KX കുഞ്ഞുകുഞ്ഞ് നന്ദി പ്രകാശിപ്പിച്ചു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.